25 days 25 ഇന്ത്യൻ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം 1965 ഓപ്പറേഷൻ ഗിബ്രാൾട്ടർ പരാജയപ്പെട്ടതിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ഒരു അറ്റാക്കാണ് ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം. കാരണം ഓപ്പറേഷൻ ഗിബ്രാൾട്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയെങ്കിലും അത് ഇന്ത്യ പരാജയപ്പെടുത്തി. അപ്പോൾ ഉടനെ തന്നെ പാകിസ്ഥാൻ അടുത്ത ഒരു മോട്ടീവ്, അതായത് അക്നോർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് കാശ്മീരിൽ, ആ ഏരിയ കീഴടക്കുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറി ആ ഏരിയ പിടിച്ചെടുക്കുക എന്നതാണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത്. കാരണം അക്നോർ എന്നവർ പറയുന്ന റീജിയൻ അവർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററിക്ക് അത് ഭയങ്കര പ്രശ്നമാവും. കാരണം മിലിറ്ററിയുടെ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ആവശ്യമുള്ള സപ്ലൈ ചെയിൻ ഒക്കെ ആ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇത് തടഞ്ഞു ആദ്യം തന്നെ. പിന്നെ ഇന്ത്യ ഡിഫെൻസീവായി മാത്രം നിൽക്കാതെ ഇന്ത്യ എടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പറേ സൈഡിലൂടെ, പഞ്ചാബ് സൈഡിലൂടെ ഇന്റർനാഷണൽ ബോർഡറിലൂടെ കടന്ന് ഒരു അറ്റാക്ക് ഇന്ത്യ നടത്തി. പാകിസ്ഥാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്റ്റഡി പേസിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഇൻഫിൽട്രേഷനിൽ ഇടയിൽ പാകിസ്ഥാൻ ഒരു കമാൻഡ് ഒന്ന് ചേഞ്ച് ആയിട്ട് കുറച്ച് സ്ലോ ആയിപ്പോയി അവരുടെ നീക്കം. ഇതൊരു അവസരമായി കണ്ട് ഇന്ത്യ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു അറ്റാക്ക് ഒരിക്കലും കാശ്മീർ സൈഡിൽ നിന്ന് മാത്രമല്ല, പഞ്ചാബ്, രാജസ്ഥാൻ ഈ രണ്ട് സൈഡിൽ നിന്നും കൂടി ഇന്ത്യ അറ്റാക്ക് അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ പാകിസ്ഥാന് വേറെ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർവീൻ ചെയ്ത് ഒരു താഷ്കൻഡ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കാനായിട്ട് കാരണമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ ഗ്രാൻഡ് സ്ലാം വാർ. പക്ഷേ ഓപ്പറേഷൻ ഗിബ്രാൾട്ടറിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെങ്കിലും ഈ ഗ്രാൻഡ് സ്ലാമിൽ നമുക്ക് ആരാണ് ജയിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യ ഓപ്പണായിട്ട് ഒരു ഡിഫൻസ് സൈഡിൽ നിൽക്കാതെ ഓപ്പണായിട്ടൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രസക്തി. ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം.